കണ്ടാ പ്രൊഫഷണൽ ചുമ്മാ ഉയർത്തിട്ടേക്കുന്നതാണ്. എക്സ്ട്രാ ഉയറിൻ്റെ അറ്റം വലിച്ചപ്പോഴത്തേക്ക് ഇത് എവിടെയും കൊടുത്തിട്ടില്ല ഗൈസ്. എന്നാപ്പിക്ക് ഹസാർഡ് ഫ്ലാഷർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഊരി മാറ്റണം. ഇല്ല, നീ എനിക്ക് എൻജിൻ അടിക്കേണ്ട ഒരു വകുപ്പ് ഇവിടെ നിന്ന് കിട്ടും. എന്താ അതുമായി ചിരിക്കുന്നത് നീ? വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഞായറാഴ്ചയായിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. നമ്മളെ 390 ബാറ്ററി ഒന്ന് ഊരണം. അല്ല ഇത് ഊരണ്ട, ഇത് ക്യാൻസൽ ചെയ്ത്. പിന്നെ നമ്മളെ ഡൊമിനോറിൽ കുറച്ച് പരിപാടികളുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഗിയർ ലിവർ ചെറുതായിട്ട് വളർന്നിരിപ്പുണ്ട്, അപ്പം അതൊന്ന് നോക്കണം. പിന്നെ ഇതിൽ ചെറിയ രീതിക്ക് ഒരു ട്രിപ്പൊക്കെ അടിച്ചതിന് ശേഷം വൈബ്രേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്രയും ചെളിയൊക്കെ കാണുന്നത്. ആ ഒരു ഹഗ്ഗറില്ലാത്ത വണ്ടി പോലും ഇത്രയും ചെളി തെറിക്കില്ലെന്ന് തോന്നുന്നു. വെളിയിലൊക്കെ അടിച്ചിരിപ്പുണ്ട്. ഇവനാണത് കൊണ്ടുപോയി ഫുള്ള് ചെളിയാക്കിയത്. പിന്നെ ഇന്ന് എന്നത്തെ പോലെ അല്ല, നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്. ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാണോ ഞായറാഴ്ചയാണ് വണ്ടി പണിയാൻ വേണ്ടി എടുക്കുന്ന ദിവസം. പക്ഷേ ഞായറാഴ്ച വണ്ടി പണി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പണികൾ അതാണെങ്കിൽ കിട്ടും. കാരണം നമ്മൾ പണിതിട്ട് എന്തെങ്കിലും ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ വർക്ക്ഷോപ്പ് ഇല്ല തുറക്കാൻ വേണ്ടി. പിന്നെ എന്തെങ്കിലും അഡീഷണൽ പാർട്സ് വേണമെങ്കിൽ അതിനും കട തുറക്കൂല. പക്ഷെ ഞായറാഴ്ച മാത്രമേ നമ്മളെല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ദിവസമുള്ളൂ. എന്താ അതുമായി ചിരിക്കുന്നത് നീ? ഈ ഒരു ലിവർ നോക്കുന്ന മാത്രം കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കടയില്ല, പിന്നെ വള്ളി വല്ലതും വെച്ച് കെട്ടി. ഇതെന്താ ഇത്രയും ലൂസ് ലിവർ? മുന്നേ താണ്ട് ഇതിൻ്റെ ഇതേ നീ ഇത് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ഇല്ലേ. പിന്നെ ഈ ഒരു വണ്ടിയിൽ ചെറിയ വൈബ്രേഷൻ ഉണ്ട്, അപ്പോൾ അതുകൂടെ സെറ്റാക്കണം. അപ്പോൾ 390 ഇന്നലെ സംഭവിച്ച പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു. പിന്നെ പേരിട്ട് കല്ലേക്ക് എടുത്ത് ഇപ്പോൾ വണ്ടി ഞാൻ ബാറ്ററി അഴിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷെ നമ്മൾ തള്ളി സ്റ്റാർട്ടാക്കി വണ്ടി ഓടിച്ചുകൊണ്ട് വെച്ചതിന് ശേഷം ഇപ്പോൾ ബാറ്ററി ഫുൾ ചാർജ് കയറുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇതിലെ ബാറ്ററി നമ്മൾ അഴിക്കുന്നില്ല. ഡൊമിനോറിലെ പണികൾ മാത്രമായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഞാൻ ടൈറ്റ് ഷെഡ്യൂളാണെന്ന് പറഞ്ഞല്ലോ, ഇന്ന് വേറെ കുറച്ച് പരിപാടികളും. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ടാണ് വന്നത്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ നിൽക്കുന്ന അവൻ എൻ്റെ 2-3 ദിവസം മുമ്പ് ഈ സീറ്റിൻ്റെ അകത്ത് വയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. ഇതവ എൻ്റെ മുമ്പ് താങ്ങിക്കൊണ്ട് പോയതാണ് നൈസിന്. ഇപ്പം എൻ്റെ വണ്ടിയിൽ ഞാൻ ഈ സാധനം ഒരെണ്ണം പൊട്ടിപ്പോയി റബ്ബറിട്ടാണ് വെക്കുന്നത്. മെയിനായിട്ട് ഞാൻ വന്നതിൻ്റെ ഇത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു 30-40 രൂപ കണ്ടേ ഉള്ളൂ. പക്ഷേ സാറേ ഷോറൂമിലൊന്നും കിട്ടൂല. നമ്മൾ എക്സ്ട്രാ ഒരുപാട് 200 രൂപ അടുപ്പിച്ചാവും ഇത് ഓർഡർ ചെയ്തെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ നൈസിനിങ് എടുക്കുകയാണ് തിരിച്ച്. യെസ്, അപ്പോൾ ഇത് ഞാൻ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോവാം. അത് നീ റബ്ബറിട്ട് വെച്ചാൽ മതി. ഞാൻ എന്നിട്ട് അന്നേ പറഞ്ഞില്ലേ എനിക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുമെന്ന്. റബ്ബർ എടുത്തോണ്ടോ? 2 റബ്ബർ എടുത്തോണ്ടെന്നാണ് പിന്നെ. അപ്പോൾ നമുക്ക് ഇനി വണ്ടിയുടെ പരിപാടിയിലോട്ടൊക്കെ കിടക്കാം. പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഫുഡ് റെസ്റ്റ് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവൻ തന്നെ ഒരു ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി വെച്ചാൽ അതിനൊന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടി അവനൊക്കെ കിട്ടില്ല. അതേപോലെ തന്നെ ഇതിൽ ഇപ്പോൾ ഒരു കണ്ണാപ്പി ഹസാർഡ് ഫ്ലാഷർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഊരി മാറ്റണം. കാരണം ഇത് നമ്മളിപ്പോൾ ഈ ഒരു ഹസാർഡ് ഫ്ലാഷർ ഇട്ടിട്ട് വണ്ടിയിൽ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഓഫ് ആവില്ല, എങ്കിലും ഹസാർഡ് ഫ്ലാഷർ കത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ ചില മോഡലിലൊക്കെ ആണെങ്കിൽ ഹസാർഡ് ഫ്ലാഷർ ഇട്ടാലും നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അതങ്ങ് ഓഫായിട്ട് ഇൻഡിക്കേറ്റർ ഓൺ ആവും. ആ ഒരു മോഡൽ വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു മോഡൽ കുറച്ച് ടാസ്ക്കാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ 2 സ്ക്രൂ നീ ഇതുവരെ ഇട്ടില്ലടാ വാങ്ങിച്ച്. പക്ഷെ അന്ന് ഞാൻ നമ്പർ പ്ലേറ്റ് അയച്ച് ഇവിടെ വെച്ച് കൊടുക്കാൻ നേരത്ത് ഈ ഒരു സ്ക്രൂ ആവും പിറ്റേന്ന് വാങ്ങിച്ചിടുമെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ ഇതിലവൻ തൊട്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ടോ. അതായത് കുഴപ്പമൊന്നുമില്ല. കേസത്തമ്മ ഇവൻ ഈ ടൂൾ കിറ്റ് വെക്കേണ്ട ആവശ്യമില്ല. കാരണം അവന് വണ്ടി പണിയാൻ പോയിട്ട് ഈ വണ്ടി ഒന്ന് കഴുകി വെക്കാൻ പോലും ഇവന് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് പക്ഷേ ടൂൾ കിറ്റിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഒന്നാണ് കേസ് ഇവൻ മാസ്ക് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് കണ്ട ഈ ലൂസ് കണ്ട, ഇവിടെ നിന്ന് ലൂസ് കണ്ട, ഇതിപ്പോൾ ഫുൾ ടൈറ്റാണ്. അതിൻ്റെ തട്ട് പോയി കഴിഞ്ഞാൽ ഈ സാധനം അവന് ഒരു മാറ്റേണ്ടി വരും അല്ലേ തന്നെ. അതാണ്ടാ വണ്ടിയുടെ പ്ലേ അല്ലേ എടാ, ഇത് ഇവിടെയാണ് പ്ലേ ആവണണ്ട. അവിടെ കണ്ട ഇല്ലടാ, ഫുൾ ടൈറ്റ് ആണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ 390 ഓണർ ബിബിൻ. ഇവന് വണ്ടിയെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഈ വണ്ടിയുടെ ആവശ്യമേ ഇവനില്ല. 2000 കിലോമീറ്റർ ഓടിയ വണ്ടി, 5 പ്രാവശ്യം ടയറൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാം ട്രാക്കല്ലടാ, എല്ലാ ട്രാക്ക് സെറ്റപ്പാണ്. പിന്നെ വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയത് വേറെ ഒന്നുമില്ല, വണ്ടി എടുക്കാതെ വെച്ചേക്കുകയായിരുന്നു. പിന്നെ ഇവന് RC പോയിട്ട് ഒരു വണ്ടിയുടെ ആവശ്യമില്ല. പിന്നെ ഇവിടെയൊക്കെ ആരെയൊക്കെ വണ്ടി വന്ന് താങ്ങിക്കൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ സ്റ്റാർട്ടാക്കി നോക്കാം. ഇനിയും സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല. കണ്ടാ, ഒറ്റയടിയിലടിക്കുന്ന വണ്ടിയാണ് എടുക്കാതിരുന്നത് ബാറ്റ് ഡൗൺ ആയിപ്പോയത്. അപ്പോൾ ഇന്ന് RCയിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് ഡൊമിനോൻ്റെ പണിയിലോട്ടാണ് കിടക്കുക. ആദ്യം നമുക്കൊരു ഫുഡ് റെസ്റ്റ് നോക്കാം. കാരണം ഇത് ഒടിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണിയൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നൂത്തെടുക്കണം. വേഗേ കയറുമെല്ലാം വാങ്ങിച്ചോ, ഇത് മിക്കവാറും പണി കിട്ടുമെന്നാണ് തോന്നുന്നത്.
നമ്മൾ ഈ ഒരു സംഭവം ഉപയോഗിച്ചാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ടൈറ്റ് ആകൂലാണ്ട് ഫുൾ അടുത്തിരിക്കില്ല. അല്ലാണ്ട ഇനി ടൈറ്റ് ചെയ്യത്തില്ലാണ്ട ഫുൾ അടുത്ത്. ഏത് ഏത് ഇതാ ഇത് ചൂടാക്കി ലൈറ്റ് കൊടുത്ത് നൂത്ത് കഴിഞ്ഞാൽ നമ്മൾ നൂത്താൽ ഓടിയും. ഒന്നുകൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇത് കുറച്ചുകൂടെ വില കൊടുക്കാൻ പറ്റും, പക്ഷെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. ഒടിയോടാ ഇത് ഇന്ന് ബാൻഡ് താങ്ങിയ പരിപാടി മാത്രമേ നടക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇവ എന്തോ ചാത്തം ഹസാർഡ് ഫ്ലാഷറാണ് വെച്ചേക്കുന്നത്, ഇവിടെയൊന്നുമില്ല. എനിക്ക് തോന്നിൻ്റെ ഫ്രണ്ടിൽ എവിടെയും കണ്ട് കുത്തിക്കയറ്റി വെച്ചേക്കുകയാണ്. പക്ഷെ ഇന്ന് നമ്മൾക്ക് സമയം വളരെ കുറവാണ്, നരിവട്ട സിനിമ കാണാൻ പോകണം. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ നൂത്തിട്ട് നൂടുന്നില്ല. ഒരുപാട് ടാസ്ക് എടുത്ത് ഞാൻ നൂത്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഓടിയും. പിന്നെ പണിയാണ്ട് പിന്നെ അത് തൽക്കാലത്തേക്ക് നോക്കുന്നില്ല. നമ്മൾ തിങ്കളാഴ്ച കടയിലെല്ലാം പോയിട്ട് ഇത് ഹീറ്റാക്കിയിട്ട് നോക്കുക. അപ്പോൾ പെട്ടെന്ന് 3 വരെയും ചെയ്യും. ഒടിയേണ്ട ചാൻസസും വളരെ കുറവാണ്. പിന്നെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം. പിന്നെ RCയുടെ ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചെലന്തി വല ഇത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ ചെലന്തി വല അതാണ്ട് ഓണറോടെ ഇരിപ്പുണ്ട്. വണ്ടി തുറച്ചിട്ട് ഇവിടെ ചെലന്തി വല, ഇവിടെ അതാണ്ട് ചെതല്, കടന്തൽക്കൂട്, എല്ലാ സെറ്റപ്പ് കൊണ്ട് നിൻ്റെ കടാ ഹസാർഡ് ഫ്ലാഷർ എവിടെയാണ് വെച്ചതെന്ന് നമ്മൾ യൂട്യൂബിൽ നോക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പൊന്നപ്പൂച്ചൻ്റെ ബാഗിലൊന്ന് കയറി ഇരിക്കുകയാണ്. നോക്കടാ. പക്ഷെ ഇന്ന് ഇഞ്ചക്ഷൻ എടുക്കാനും പറ്റാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം പൂച്ചയുടെ അടുത്ത കളിയൊക്കെ നിർത്താം. നോക്ക് വീട്ടിൽ പണിയാൻ കുറച്ച് ടാസ്ക് ആയതുകൊണ്ടാണ് നമ്മളിന്ന് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഈ പൂച്ച ബാഗിൽ നിന്നൊക്കെ വല്ലതും എടുക്കൂടാ. നീടാ ഇതെന്നാ കടിക്കണ പൂച്ച പറ്റേ? ഇവിടെ 2 പൂച്ച ഉണ്ടോ? നീടാ ഏയ് ബാഗിൽ നിന്ന് എണീടാ. ഇതിൻ്റെ ബാഗിൽ നിന്ന് എണിപ്പിച്ചിട്ടാ. പേടിച്ചിട്ടാ പാവം. നോക്ക് വർക്കൊക്കെ കണ്ട് ബോറടിച്ച് നമ്മൾ പൂച്ചയിടുന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡൊമിനോറിൻ്റെ ഹസാർഡ് ഫ്ലാഷർ ഫ്രണ്ടിലാണ് നിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പകുതി ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പണി ചെയ്യാൻ നേരത്തെ നമ്മൾ ആദ്യമേ വീഡിയോ എടുത്ത് വെക്കേണ്ട ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഇളക്കാന്നുള്ളത് വളരെ എളുപ്പമാണ്. തിരിച്ച് വയ്ക്കുക എന്നുള്ളതാണ് പാട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 വലുത് ഏറ്റവും ടോപ്പിൽ, ഇത് 2 ചെറുത്, ഇത് നമ്പർ പ്ലേറ്റ് 2 സ്ക്രൂസ്, ഇതൊക്കെ പറയുന്നത് എനിക്ക് തന്നെ തിരിച്ച് വെക്കാനാണ്. ഇനി ഈ ഒരു ഇതും അതിനൊക്കെ അപ്പുറത്തൂടെ നമ്മളൊന്ന് അഴിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും സ്ക്രൂസും പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് 2 അല്ലെങ്കിൽ ബോൾട്ടും അതേപോലെ ഇവിടെ 2 ഇതിനകത്ത് പിൻലോക്ക് അങ്ങനത്തെ സെറ്റപ്പ് കൂടെ അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ് ഇതിനൊക്കെ അയച്ചെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ഒരു പിന്നും കാരണമൊന്നും ഊരി എടുക്കുന്നില്ല, എനിക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ ആളുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അതിന് നമ്മൾ ഹസാർഡ് ഫ്ലാഷർ ഫൗണ്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഓരോ സോക്കറ്റിൻ്റെ ഇടയിലൊക്കെ ഇതേപോലെ കുത്തിക്കയറ്റാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, കാരണം പ്രൊഫഷണൽ ചുമ്മാ വയർ എടുത്തിട്ടേക്കുന്നതാണ്. എക്സ്ട്രാ കൊടുത്ത വയർ കപ്ലറൊക്കെ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. എൻ്റെ വണ്ടിയിലാണെങ്കിലും ഫോഗ് ലാമ്പൊക്കെ ഞാൻ ചെയ്തേക്കുന്നത് ഇതേപോലെ കപ്ലർ എക്സ്ട്രാ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഫ്യൂസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂസ് സ്വിച്ചും ഇതുപോലെ നമ്മൾ സെറ്റായിട്ട് ഇരുന്ന് റിമൂവ് ചെയ്തിട്ട് കാണാം. ഇവിടേക്ക് ഇത് കൊടുത്തേക്കുന്നത് കാണിച്ചു തരാം. ഈ ഒരു സെറ്റപ്പിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചും ഈ ഫ്ലാഷറും എല്ലാം ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു ഫ്ലാഷർ വയ്ക്കാൻ നമ്മൾ എക്സ് ഫ്ലാഷർ ആയിരിക്കും വെക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ഓഫ് ആവും. പിന്നെ ചെറിയൊരു കോംപ്ലിക്കേഷൻ നമ്മൾ ഫേസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വയറ് ഊരി, പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു എവിടെ വിട്ടിടക്കുന്ന വേറൊരു വയറ് വിട്ട് കിടക്കുന്നുണ്ട്. സത്യം ഇത് ഞാൻ പിടിച്ചതൊന്നും അല്ല, നേരത്തെ ഇതിൽ വിട്ടിടുന്നതാണ് തോന്നുന്നു. ഇനി വണ്ടിക്ക് വേറൊരു ഇഷ്യൂ ഉണ്ട്, ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലട്ട് ഓഫായി പോകുന്നത്. ഡൊമിനർ ഓണേഴ്സൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം എന്താണ് ഇഷ്യൂ എന്ന്. എനിക്ക് തോന്നുന്നത് ആ ഒരു വയറ് വിട്ട് കിടക്കുന്നുണ്ടാണെന്ന്. പക്ഷേ ഈ ഫുണ്ട പറയുന്നത് ഞാൻ ഊരിയെന്നാണ്, പക്ഷെ ഞാൻ തൊട്ടിട്ടില്ല. ഇനിയിപ്പോൾ അതെന്തായാലും നമ്മൾ നോക്കി കണ്ടുപിടിച്ച് ഇനി ഇവിടുന്ന് പോകാൻ പറ്റൂ. നമ്മൾ വിചാരിച്ചെനിക്ക് നേരത്തെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എടാ ചുറ്റി വെക്കേണ്ട ആവശ്യം വരില്ല, വേറെ എന്തെങ്കിലും ഇട്ടേക്കെ ആയിരിക്കും അങ്ങനെ. ഇല്ല ഒറ്റ അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു വിട്ട് കിടന്നാലും നമ്മൾ വണ്ടി എല്ലാം ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോൺ, ഡിമ്മ്, ബൈറ്റ്, പ്രാസ്, ഹോൺ എല്ലാം നമ്മൾ ഇട്ടൊക്കെ എല്ലാം വർക്കിംഗ് ആണ്. പക്ഷേ ആ സാധനം പിടിച്ച് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലും എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എങ്കിൽ ഡൊമിനർ ഓണേഴ്സോ മെക്കാനിക്കോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തിൻ്റെന്നൂടെ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോൾ എന്തായാലും എല്ലാം വർക്കിംഗ് ആണ്. അവിടെ ടാപ്പ് അടിച്ച് വെച്ച് കഴിഞ്ഞാലേ ഇത് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങനെ ഇട്ടേക്കായിരിക്കും. ഓരോ വേറെല്ലാം വന്ന് ഇങ്ങനെ ചുമ്മാ ഒരിക്കലും ഇട്ടേക്കൂല. നമുക്കൊരു മെക്കാനിക്കിന് വിളിച്ചേക്കാം. ഗൈസ് നമ്മൾ ഇത്രയും ടെൻഷൻ അടിച്ചേക്ക് വെറുതെയാണ് ഗൈസ്. ഈ ഒരു വയറിൻ്റെ അറ്റം വലിച്ചപ്പോഴത്തേക്ക് ഇത് എവിടെയും കൊടുത്തിട്ടില്ല ഗൈസ്. ഈ ചുമ്മാ ഇവൻ കുട്ടിക്കിട്ടേക്കിടെ വയറിനാണ് ഇത്രയും ടെൻഷൻ അടിച്ച് നമ്മൾ മെക്കാനിക്കിനെ നേരെ വിളിച്ചത്. ഇത് വേണ്ട. അപ്പോൾ ഇത് സംഭവം എർത്തിങ്ങിൻ്റെ അല്ല, ഡോമിനോറിൽ ഇങ്ങനൊരു എർത്തിങ്ങിൻ്റെ സംഭവമേ വരുന്നില്ല. ഇത് നീ വെച്ചോ, വേറെ എവിടെയെങ്കിലും ആവശ്യപ്പെടാൻ കൊടുക്കാം. അപ്പോൾ ടെൻഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹെഡ് തിരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വണ്ടിയുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്.
നമ്മളെ പൂച്ച സാർ ഇപ്പോഴും ഉറക്കമാണ്, ഇതുവരെ എണീച്ചിട്ടില്ല. പിന്നെ ഇനി വൈബ്രേഷൻ എവിടെ നിന്നാണെന്ന് പിന്നെ വൈബ്രേഷൻ റിപ്പയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എളുപ്പമാണ്, അത് കണ്ടുപിടിക്കാനാണ് പാട്. വൈബ്രേഷൻ നമ്മൾ കുറച്ച് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ്. അപ്പോൾ തൽക്കാലം നമ്മളിതൊന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ മീറ്ററിൻ്റെ അതിപ്പോൾ വെള്ളം കയറിക്ക് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. പിന്നെ ഈ 2 സ്വിച്ചും ഡാമേജ് ആണ്, അപ്പോൾ ഈ ഒരു മീറ്ററിൻ്റെ ഷെല്ല് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അപ്പോഴത്തേക്ക് അഴിക്കുന്ന കൂട്ടത്തിൽ അങ്ങ് ചെയ്യും. പിന്നെ ഇന്നിപ്പോൾ സമയവുമില്ല. പിന്നെ ഫ്രണ്ടിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവൻ വലിയ ഷോ അടിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. ഇപ്പോൾ അവനുകൾ പറ്റുന്നില്ല. പിന്നെ ഇവൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇത് കുത്തി ഇതിൻ്റെ ത്രെഡ് പിടുത്തെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം നമ്മൾ പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാണാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ നോട്ടിക്കുന്നത് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞായറാഴ്ച എന്നിട്ട് എനിക്ക് വണ്ടിയിൽ നിന്ന് അയച്ച് പണി കിട്ടും. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവർ ബൈ ബൈ. നമ്മൾ സൈൻ ഓഫ് പറഞ്ഞില്ല. നീ സൈൻ ഓഫ് പറഞ്ഞോ? സൈനിങ് ഓഫ് ഫ്രം